അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. അപ്പോൾ അടുത്ത റെസിപ്പി പാസ്തയാണ്. പാസ്ത തന്നെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാം, റെഡ് സോസ് വെച്ചിട്ടുണ്ടാക്കാം, അല്ലാതെ സോസസ് ഒന്നും ഇല്ലാതെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് വൈറ്റ് സോസിലാണ് പാസ്ത ഉണ്ടാക്കിയത്. പക്ഷേ വൈറ്റ് കളറല്ല, പാസ്തയിൽ ഞാൻ കുറച്ച് മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് ഇതുണ്ടാവുക. ഞാനിപ്പം സ്പൈറൽ ഷേപ്ഡ് പാസ്തയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു 500 ഗ്രാമിൻ്റെയാണ്. ഇതിൽ നിന്ന് മുക്കാലോളം ഞാനിപ്പം പാർട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പാസ്ത പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഞാൻ അധികവും വാങ്ങാറ് മക്രോണിയാണ്. ഇതിപ്പോൾ അന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പം എന്തായാലും പാർട്ടിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പം ആ പാസ്തയിൽ നിന്നും ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ്ത വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകാനായി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം പാസ്തയിലേക്കും അന്നത്തെ പൊട്ടിപ്പത്തലിനും വേണ്ടിയിട്ടുള്ള മുട്ടയാണ് വേവിക്കുന്നത്. അപ്പം നന്നായി ചൂടായി വന്ന വെള്ളത്തിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ പാസ്ത വേവാനായിട്ട് അത്ര വലിയ സമയമൊന്നും വേണ്ട. ഏകദേശം ഒരു 5-8 മിനിറ്റോളം മതിയാവും. പാസ്ത ഒരു മുക്കാൽ വേവാകുമ്പോഴേക്കും നമുക്കിത് വെള്ളത്തിൽ നിന്നും ഊറ്റിക്കളയണം. ഒരു മുക്കാൽ വേവ് മതി. കാരണം ഇത് നമ്മൾ പിന്നെ ഒരു മസാലയിലൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും 100% ആയിക്കോളും. ഇതെന്തായാലും ഉള്ളൊക്കെ ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് പിന്നെയും കൊണ്ടിട്ട് കൂടുതൽ അങ്ങ് വെന്ത് അടിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം പിന്നെ കൂടുതലായിട്ട് അങ്ങ് കുക്കാവില്ല. ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു മസാലയൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കാൽമുറി സവാളയും ഒരു 2-3 പച്ചമുളകും അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വലിയ സവാളയായതുകൊണ്ടാണ് ഞാൻ കാൽമുറി എടുത്തത്. മീഡിയമൊക്കെ ആണെങ്കിൽ ഒരു അരമുറിയൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പാവണ്ട, കാരണം നമ്മൾ ഈ പാസ്ത വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സവാള നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം ഒരു തക്കാളി അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഞാനിപ്പം തക്കാളി അരിഞ്ഞിട്ടാണ് ഇട്ടത്. ഇത് ഏകദേശം ഒരു വൈറ്റ് അല്ല, എന്നാലും റെഡും അല്ലാത്തൊരു കളറിലാണ് ഇപ്പോൾ എൻ്റെ പാസ്ത ഉണ്ടാവുക. ഒരു യെല്ലോയിഷ് കളറായിട്ടാണ് ഉണ്ടാവുക. നല്ലൊരു റെഡ്, അതായത് ഒരു പിങ്ക് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി നമുക്ക് അരച്ചിട്ട് മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം തക്കാളി ഇപ്പം ചെറുതായി ഒന്ന് മാളി വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതുപോലെ ആ പാസ്തയും ബാക്കിയുള്ള വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വേവിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. പാസ്ത ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ഒറ്റയായിട്ട് തന്നെ ഉണ്ട് കണ്ടോ. ഇനി എല്ലാം നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഒരു വൈറ്റ് കളറല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറ്റാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണിനടുത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, പാസ്ത വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടിട്ട് ഈ നെയ്യിൽ കിടന്നിട്ട് മൈദ നന്നായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടണം. എന്നാലേ നമ്മുടെ ആ ഒരു വൈറ്റ് സോസ് നല്ലൊരു ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോസ് ആവുള്ളൂ. അപ്പോൾ മൈദ വേവുന്ന ആ ഒരു കണക്കാണ് നമ്മൾ നോക്കേണ്ടത്. മൈദ ഇപ്പോൾ എല്ലാം നെയ്യിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമൂലിൻ്റെ കുറച്ച് റിച്ച് ആയിട്ടുള്ള പാലാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പം കുറച്ചായിട്ടേ ചേർത്ത് കൊടുക്കാവൂ. ആദ്യം ആ മൈദയിൽ കുറച്ച് പാലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഒരു സോസ് ആക്കി എടുക്കണം. എന്നിട്ട് ടൈറ്റ് ആവുന്നു എന്ന് തോന്നുമ്പം പിന്നെയും കുറച്ച് പാലിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഒരുപാട് ലൂസാക്കിയിട്ടുള്ള സോസ് ആക്കുന്നില്ല, ഒരു മീഡിയം സൈസിൽ തിക്കായിട്ട് തന്നെയാണ് ഞാൻ ആക്കിയെടുത്തത്. കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ഇത് നമുക്ക് നേരെ പാസ്തയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാസ്ത ഞാനിപ്പം വീണ്ടും ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ്, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ തക്കാളിയുടെ തൊലി റോസാക്കി വെച്ചത്, അതിൽ വീണ് പോയതാണ് കേട്ടോ. ഇതിനെ ഒന്ന് സൈഡാക്കി, ഈ പാസ്തയെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് അതിലേക്കൊരു മുട്ടയും കൂടെ ബീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പം ആ ചൂടിൽ കിടന്നിട്ട് മുട്ട നന്നായിട്ടൊന്നങ്ങ് അടിഭാഗമൊക്കെ ഒന്നങ്ങ് മൊരിഞ്ഞ് വരും. അപ്പോൾ പിന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ വൈറ്റ് സോസ് ചേർത്തിട്ട് കുറച്ചുകൂടെ ക്രീമി ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം മിക്സാക്കിയ ശേഷം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഒരു സ്പൂൺ കൊണ്ടാവുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പം 2 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. ഈ ഒരു പാസ്തയിലേക്ക് വൈറ്റ് സോസ് എല്ലായിടത്തും അങ്ങ് പിടിച്ച് കിട്ടണം. അപ്പം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. കുറച്ചുകൂടെ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാലിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത് തലേന്നത്തെ വീഡിയോയിൽ, അതായത് 13ാമത്തെ റമദാൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെറുതായി കൈകൊണ്ട് പിച്ചിയെടുത്തിട്ട് ആ ചിക്കനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം ചിക്കൻ ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്, ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് കുറച്ചുകൂടെ ക്രീമി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പാലിപ്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ലൂസാക്കി ക്രീമാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് കുറച്ചുകൂടെ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എന്ത് ചെയ്യാം, നോമ്പ് തുറക്കുമ്പോഴേക്കും ചൂടോടെ സെർവ് ചെയ്യാം. ഈ പാസ്ത മക്രോണിയൊക്കെ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടൂല. നല്ലൊരു ചൂട് തന്നെ ഇത് കഴിക്കണം. ഇനി ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യുമ്പോൾ മല്ലിയില, ക്യാപ്സിക്കം, പിന്നെ അതുപോലെ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഞാനിപ്പം വേവിച്ചൊരു മുട്ട 4 പീസാക്കിയിട്ട് അങ്ങനെ വെച്ച് സെർവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ടൊമാറ്റോൻ്റെ തൊലി കൊണ്ട് ഫ്ലവറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചിക്കൻ പാസ്ത ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലുണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. നോമ്പിന് വളരെ നല്ലൊരു മെയിൻ കോഴ്സാണ് ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് കാണാം. താങ്ക്